വേടൻ വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ്. ആദ്യം നമുക്കറിയാവുന്നതാണ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അദ്ദേഹത്തിനെതിരെ കേസുകൾ ഉണ്ടായപ്പോൾ വലിയ പിന്തുണയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും നൽകിയത്. ഇപ്പോൾ ഒരു പീഡന കേസാണ്. ഇതിനും തുറന്ന പിന്തുണയായിരിക്കുമോ? അതെ. ഇതിനും തുറന്ന പിന്തുണ തന്നെ എൽ.ഡി.എഫ് സർക്കാരും പ്രതിപക്ഷത്തിരിക്കുന്ന യു.ഡി.എഫും നൽകും. എന്ന് മാത്രമല്ല, കേരളത്തിലെ കുട്ടികൾക്ക് ഒരു വലിയ ഭാഗ്യമുണ്ടായിരിക്കുകയാണ്. അത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നൊന്നും വേർതിരിച്ച് പറയാനുള്ള വിവേകം എനിക്കില്ല എന്നാണ് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ സർക്കാരും പുരോഗമനവാദികളായ ഇടതുപക്ഷവും ഒക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പോലെ പ്രവർത്തിക്കാനുള്ള അറിവോ ഒന്നും എനിക്കില്ല. ബുദ്ധിയൊന്നും എനിക്കില്ല. പക്ഷേ ഒരു കാര്യം സത്യമാണ്. കേരളത്തിലെ കുട്ടികൾ ഇനി മുതൽ ഈ പീഡനവും അവരുടെ സിലബസിൽ ഉൾപ്പെടും. ഏഹ് പീഡനവീരൻ്റെ കവിത പഠിപ്പിക്കാൻ ആണല്ലോ ഇനിയിപ്പോൾ അല്ല, ഈ അവസരം വരിക. പീഡന കേസ് വേടന്റെ ഹിരൺദാസ് മുരളിയുടെ ആദ്യ സംഭവമല്ല. മുൻപും ഇത്തരത്തിൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, അതൊക്കെ വളരെ നമുക്ക് ഈ ഉണ്ണിയെ കണ്ടാൽ അറിയാമല്ലോ ഊരിലെ പഞ്ഞം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഈ പഴഞ്ചൊല്ലിലൊന്നും പകരില്ല എന്ന് ഈ ആധുനിക കാലത്തും അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇത്തരം ആൾക്കാരെ കാണുമ്പം തന്നെ മനസ്സിലാവും ഇതൊക്കെ എവിടുന്നാണ് പൊട്ടിമുളച്ചതെന്നും ആരാണ് ഇതിൻ്റെ പുറകിലെന്നും ഇതിനെ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ വളർത്തി വലുതാക്കുന്നത് ആരാണെന്നും അവരുടെ ഉദ്ദേശം എന്താണെന്നും ഒക്കെ സാമാന്യ ബുദ്ധിയുള്ള അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. നമ്മളൊക്കെ അന്നം കഴിച്ച് ജീവിക്കുന്നവരല്ലേ. അതുകൊണ്ട് ഉടനെ ഇത് വിവാദമായ ഉടനെ ഈ അതായത് ഈ പറഞ്ഞ പോലെ ഒരു മയക്കുമരുന്ന് കേസ് ഉണ്ടായല്ലോ. ആ മയക്കുമരുന്ന് കേസ് ഉണ്ടായപ്പോൾ തന്നെ അതിനെ വലിയ രീതിയിൽ എന്താ പറഞ്ഞ ദളിത് വേട്ട നടക്കുന്നു എന്നാണ് പറഞ്ഞത്, അല്ലേ? അറസ്റ്റ് ചെയ്തത് കേരളത്തിലെ പിണറായിയുടെ പോലീസ്. പിണറായിയുടെ പോലീസല്ല, കേരളത്തിലെ RSS വൽക്കരിക്കപ്പെട്ട പോലീസ് എന്നാണ് പറഞ്ഞത്. ഈ RSS വൽക്കരിക്കപ്പെട്ട സംഘിവൽക്കരിക്കപ്പെട്ട പോലീസ് ഒരു ദളിത് യുവാവിനെ, എങ്ങനെയാണ് ഈ ഹിരൺദാസ് ദളിത് യുവാവായതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ശ്രീലങ്കൻ തമിഴ് യുവതിയിൽ പിന്നെ ആണ് ജനിച്ചത്. ഇയാളുടെ സമുദായം നോക്കുകയാണെങ്കിൽ ഈഴവ സമുദായമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ തർക്ക വിഷയം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു ഈ പറഞ്ഞ ഏതെങ്കിലും ജാതി വിഭാഗത്തിന് മയക്കുമരുന്ന് കൈവശം വയ്ക്കാനുള്ള അനുവാദം ഭരണഘടന നൽകുന്നുണ്ടോ? ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ നൽകുന്നുണ്ടോ? ഈ നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ, ഭാരതീയ ന്യായ സംഹിത എന്ന പുതിയ പേരിൽ നമ്മൾ അവതരിപ്പിച്ചു. അത് നേരത്തെ CRPCയും IPCയും ഒക്കെ ആയിരുന്നു. ഇന്ത്യൻ പീനൽ കോഡും ക്രിമിനൽ പ്രൊസീജിയർ കോഡും ഒക്കെ ആയിരുന്നു. അതിൽ അന്നും ഇന്നും ഈ പറയുന്നത് പോലെ പൗരന്മാർക്കെല്ലാം തുല്യമായ അവകാശങ്ങളും അധികാരങ്ങളും അല്ലേ? ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് അങ്ങനെ എന്തെങ്കിലും പ്രത്യേക കർമ്മങ്ങൾ ചെയ്യാനുള്ള, പ്രവൃത്തികൾ ചെയ്യാനുള്ള അനുവാദം നൽകുന്നുണ്ടോ? എൻ്റെ അറിവിലില്ല. ചിലരെ പ്രത്യേകമായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. സംരക്ഷിക്കാൻ വേണ്ടി നിയമമുണ്ട്. നമ്മുടെ നാട്ടിൽ പലരെയും സംരക്ഷിക്കാൻ അവശതയിലാണ്ടുപോയ, അരികുവൽക്കരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട പലരെയും സംരക്ഷിക്കാൻ, ഉദാഹരണത്തിന് ആദിവാസി വിഭാഗങ്ങളെ സംരക്ഷിക്കാൻ പ്രത്യേക നിയമമുണ്ട്. പട്ടികജാതിക്കാരെ സംരക്ഷിക്കാൻ പ്രത്യേക നിയമമുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് ചില നിയമങ്ങളും ചില ഇതും കൊടുത്തിട്ടുണ്ട്. അവരെ സംരക്ഷിക്കാനാണ്. അല്ലാതെ അവർക്ക് സാധാരണ പൗരന്മാരിൽ കവിഞ്ഞ് പ്രത്യേക അവകാശ അധികാരങ്ങളൊന്നും ആരും കൊടുത്തിട്ടില്ല, ഒരു ഭരണഘടനയും കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇയാൾക്ക് ഇതിനൊക്കെ അവസരം കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് അല്ല, കേരളത്തിൽ ഇപ്പോഴും അങ്ങനെ ഒരു ചിന്ത ഉണ്ടല്ലോ. ഇപ്പോൾ വിനായകനായാലും വേടനായാലും ഈ ദളിത് ഇരവാദം ഉന്നയിച്ച് പല കേസുകളും, ഇവർ നിരന്തര ക്രിമിനലുകളാണ്. ക്രിമിനലുകളെ എന്തുകൊണ്ടായിരിക്കും ജാതിയുമായി ബന്ധപ്പെട്ട് അവർക്ക് വളരെ ഒരു ഫ്രീഡം നൽകുന്നത്? വളരെ കൃത്യമാണ്. ഈ ദളിത് വോട്ടുകൾ, ഈ പട്ടികജാതി പട്ടികവർഗ വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, അതിലൂടെ ഒരു ഹിന്ദു ഐക്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. നോക്കൂ, നമ്മുടെ നാട്ടിലിപ്പോൾ ഈ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായി. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പരസ്പരം സൗഹൃദത്തിൽ ഏർപ്പെടുന്നത്, കൂട്ടുകെട്ടുണ്ടാകുന്നത് ജാതി നോക്കിയിട്ടാണോ? നിറം നോക്കിയിട്ടാണോ? അല്ലല്ലോ. അവർ ഒരു സ്കൂളിൽ ഒരുമിച്ച് പഠിക്കുന്നു, ഒരുമിച്ച് കളിച്ചു വളരുന്നു, അപ്പോൾ സൗഹൃദം ഉണ്ടാകുന്നു. അതിനകത്ത് ഉയർന്ന ജാതിയെന്നോ താഴ്ന്ന ജാതിയെന്നോ ചിന്തയൊന്നും ഉണ്ടാകുന്നില്ല. ഇത്തരത്തിൽ ജാതി വ്യവസ്ഥ തന്നെ നമ്മുടെ നാട്ടിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ വിവാഹങ്ങൾക്ക് പോലും ഇന്ന് ജാതി നോക്കുന്നില്ല ഹിന്ദുക്കളുടെ ഇടയിൽ. അപ്പോൾ ഹിന്ദുക്കൾ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ പറയുന്നത് പോലെ ജാതി പീഡനവും ഈ ഇത്തരത്തിലുള്ള എന്താ പറയുക, പുതിയ രൂപത്തിൽ പഴയ വീഞ്ഞ് പുതിയ രൂപത്തിലൊക്കെ കൊണ്ടുവരാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ എങ്കിലും നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി. ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. പഴയ കാര്യങ്ങൾ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയല്ല വേണ്ടത്. അത്തരത്തിൽ നിരുത്സാഹപ്പെടുത്താൻ ഇവിടെ പലരും ഇറങ്ങുന്നുണ്ട്. ജമാഅത്ത് അജണ്ടകളുമായിട്ട് ഇവിടെ പലരും ഇറങ്ങുന്നുണ്ട്. അത് സ്വയമേവ പൊളിഞ്ഞു പോകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
ഇവിടെ പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതൊരു വോട്ട് ബാങ്കായിട്ട് ഈ ഹിന്ദു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഉണ്ടാകരുത്. അത് വിഘടിച്ച് നിൽക്കണം. ഇവിടെ വലിയ രീതിയിൽ ഹിന്ദു വോട്ട് ബാങ്ക് കേരളത്തിൽ ഉണ്ടായി വരുന്നുണ്ട്. ഈ നമ്പൂതിരി മുതൽ നായാടി വരെ ഒരു ഐക്യം ഉണ്ടായി വരുന്നുണ്ട്. ആ ഐക്യത്തിലേക്ക് ഇപ്പോൾ പുതിയ ചില പരിണാമങ്ങളും കൂടി അതിന് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ജാതിക്കതീതമായ ഒരു ഹിന്ദു സ്വത്വം കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ആ ഹിന്ദു സ്വത്വത്തെ നശിപ്പിക്കാനാണ് ഈ ഇത്തരത്തിലുള്ള ഏടാകൂടങ്ങളെല്ലാം നമ്മുടെ ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരികളും അവരെ പിന്താങ്ങുന്ന പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളും കൊണ്ടുവരുന്നത്. അജണ്ട വളരെ വ്യക്തമാണ്. ഇത് ഈ പറയുന്നത് പോലെ ഇവിടുത്തെ മത സാമുദായിക സംഘടിത വോട്ട് ബാങ്കുണ്ട്. ആ മത സംഘടിത വോട്ട് ബാങ്കിന് അപ്പുറത്ത് ഒരു ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ടായി വരരുത് എന്നുള്ള വളരെ കൃത്യമായ ലക്ഷ്യബോധം ഇതൊക്കെ ചെയ്യുന്നവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള നരേറ്റീവുകൾ, ആഖ്യാനങ്ങളെ എടുത്ത് അത് നിർമ്മിച്ച് അതിൻ്റെ പേരിൽ മുതലെടുക്കാൻ നടക്കുന്നു. അതിന് അവസരങ്ങൾ കൊടുത്തു, കിട്ടി, അത് അവർ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഈ ഈ സംഭവമുണ്ടായി. ഈ മയക്കുമരുന്ന് കൈവശം വെച്ചു എന്ന് പറഞ്ഞ ഒരു റാപ്പ് ഗായകനെതിരെ അയാൾ നടത്തുന്നത് റാപ്പ് ഈ ഗാനമേളയാണെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല, ഞാനത് കാണാനും പോയിട്ടില്ല. വാർത്തകളിൽ വായിച്ചുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. ഇപ്പോൾ അത് അതെ, സംഗീതവും ഗാനമേളയൊക്കെ മാറിയിട്ട് ഇപ്പോൾ അത് ബലാത്സംഗ കുറ്റം. അതെ, ബലാത്സംഗ കുറ്റമാണ് ഇപ്പോൾ റേപ്പായി. ഇവിടെ ഈ മയക്കുമരുന്ന് കൈവശം വെച്ചെന്നും പറഞ്ഞൊരു കേസ് വന്ന ഉടനെ തന്നെ അടുത്ത നിമിഷം നമ്മൾ അറിയുന്നത് കാലിക്കറ്റ് സർവകലാശാലയിൽ ഇയാളുടെ പാട്ട് പഠിപ്പിക്കാൻ പോകുന്നു, സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെയാണ്. ഇതൊക്കെ ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത്? ഈ പുരോഗമനം പറയുന്ന ഇടതുപക്ഷം ഞങ്ങൾ വലിയ എന്താ പറയേണ്ട മാമൂലുകളെല്ലാം തച്ച് തകർത്ത് ഈ സാമൂഹ്യ പരിഷ്കരണം, നവോത്ഥാനം യാഥാർത്ഥ്യമാക്കിയ ഈ ഇടതുപക്ഷം എന്ന് സ്വയം അവകാശപ്പെടുന്ന ഇടതുപക്ഷം എങ്ങോട്ടേക്കാണ് ഈ നാടിനെ കൊണ്ടുപോകുന്നത്? സമ്പൂർണ്ണമായിട്ടും കേരളത്തെ മയക്കുമരുന്നിന് അടിമപ്പെടുത്താനാണോ ഇവരുടെ ഉദ്ദേശം? ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഇങ്ങനൊരു കേസിൽപ്പെട്ടയാളിൻ്റെ കവിത സിലബസിൽ ഉൾപ്പെടുത്തിയത്? അപ്പോൾ ഇതിനെ പ്രോത്സാഹിപ്പിച്ചത് ആരാണ്? അതാണ് റേപ്പായി മാറിയത്. ഈ പ്രോത്സാഹനം കൊടുത്ത ആൾക്കാരെയും ഈ കേസിൽ അറസ്റ്റ് ചെയ്യണം. സത്യത്തിൽ ഈ പറഞ്ഞതുപോലെ ഈ റാപ്പ് സംഗീതത്തിനെ റേപ്പാക്കി മാറ്റിയ ആൾക്കാർ, അതിനെ പ്രോത്സാഹനം കൊടുത്ത ആൾക്കാരും ഇതിൽ തുല്യ കുറ്റവാളികളാണ്. അവരും തീർച്ചയായിട്ടും ഇതിന് സമാധാനം പറയണം. ഈ പറഞ്ഞതുപോലെ പിന്നെ ഇത്തരം ആൾക്കാരുടെ നമ്മളൊരു പുറമേ ഒരു സാധനം കണ്ടു, ഉടനെ തന്നെ അത് എടുത്തു ചാടി അതിലൊരു തീരുമാനമെടുക്കുന്നു. ഇതൊക്കെ ഒരു സർക്കാരിന് ഭൂഷണമാണ്. ഇത്തരം ഇദ്ദേഹത്തിന്റെ സ്വഭാവ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു. പിന്നീട് പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് അത്തരം സംഘടനകൾ, ചില സംഘടന രംഗത്തെത്തിയത്. അത് ഈ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം സംഘീവൽക്കരിക്കുകയാണ്. അതെ, സംഘീവൽക്കരിക്കുക മാത്രമല്ല, സവർണ ഹിന്ദു ഫാസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വളരെ അതിരൂക്ഷമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ മയക്കുമരുന്ന് കൈവശം വെച്ചതിന് അറസ്റ്റിലായപ്പോൾ ജാതിയുടെ പേരിൽ ജാതി ലേബൽ വെച്ചുകൊണ്ട് ഇരവാദം മുഴക്കി രംഗത്ത് വന്നതിനെ എതിർത്ത് നമ്മുടെ ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല ടീച്ചറിനെ പോലെയുള്ളവർ രംഗത്ത് വന്നിരുന്നു. അവർ ഇതിൻ്റെ അപകടങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അവരെ ആക്രമിക്കാൻ ആരെയും തലയും മുറുക്കി ഈ ഇടത് സൈബർ പോരാളികളെ കൊണ്ട് അവരെ അതിരൂക്ഷമായ ആക്രമണമാണ് അവർക്ക് നേരെ അഴിച്ചുവിട്ടത്. ഇപ്പോൾ എന്ത് സമാധാനം പറയും? ഈ പറഞ്ഞതുപോലെ ഈ മയക്കുമരുന്ന് കൈവശം വയ്ക്കുക മാത്രമല്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് കൂടി സൂചിപ്പിക്കുന്നതല്ല ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ. ഇത് ഈ കേരളത്തെ ഇവർ എവിടെ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്? ഈ വലിയ പുരോഗമനവും നവോത്ഥാനവും ഒക്കെ എടുത്താൽ പൊങ്ങാത്ത നവോത്ഥാനമാണ് പറയുന്നത്. കേരളത്തെ അങ്ങ് നമ്പർ 1 ആക്കി നവോത്ഥാനം കഴിഞ്ഞ് എന്ന് വെച്ചാൽ സ്വർഗം തോറ്റുപോകും. നമ്മുടെ ഈ പുരാണങ്ങളിലൊക്കെ പറയുന്ന സ്വർഗത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങളുണ്ടല്ലോ, മതഗ്രന്ഥങ്ങളൊക്കെ പറയുന്ന വിശേഷണങ്ങളെല്ലാം തോറ്റുപോകും. ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണെന്നാണ് ഇടതുപക്ഷം അവകാശപ്പെടുന്നത്. ആ ഇടതുപക്ഷമാണ് ഇതിന് മറുപടി സത്യത്തിൽ പറയേണ്ടത്. നിങ്ങൾ പൊക്കിക്കൊണ്ട് നടന്ന ഒരു ബിംബം ഇതാ ഈ സ്വത്വമാണ് എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളൂ. അല്ലയോ ഇടതുപക്ഷമേ, ഇനിയെങ്കിലും കണ്ണു തുറക്കൂ, കേരളത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കൂ. മയക്കുമരുന്ന് സർവത്ര കേരളത്തെ കീഴടക്കിയിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ പീഡനവും കൊലപാതകവും അങ്ങേയറ്റം പുറത്തു പറയാൻ കൊള്ളൂലാത്ത
തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ അരങ്ങേറുന്ന ഒരിടമായി കേരളം മാറിയിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ പീഡന പരാതി വന്നിരിക്കുന്നത് ഒരു യുവ ഡോക്ടറുടെ അടുക്കൽ നിന്നാണ്. അവർ പറയുന്നു, എനിക്ക് നിരാശ എന്ന രോഗം ബാധിച്ചു. എന്നെ 2021 ആഗസ്റ്റ് മുതൽ 2023 മാർച്ച് മാസം വരെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. ഈ കേസിൻ്റെ മെറിട്ടൊക്കെ വേറെ, നമുക്കതിനകത്തൊന്നും പറയാനില്ല. കേസ് പോലീസ് അന്വേഷിച്ച് കോടതിയിലെത്തിയാൽ മാത്രമേ അതിൻ്റെ മറ്റു കാര്യങ്ങൾ കോടതിയിൽ നിന്നാണ് ഇനി പുറത്തു വരേണ്ടത്. അതിനൊക്കെ സമയമെടുക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഉയരുന്നു. എന്നിട്ട് ആ ഡോക്ടർ പറയണം, എനിക്ക് നിരാശ ബാധിച്ച് ഞാൻ രോഗത്തിന് അടിമയായി, പിന്നീട് ചികിത്സിച്ച് അതിൽ നിന്ന് മോചനമുണ്ടായി, ഇനിയെങ്കിലും ഇത്തരം കുഴപ്പങ്ങൾ മറ്റുള്ളവർക്ക് വരരുതെന്ന് വിചാരിച്ചാണ് ഞാൻ പരാതി കൊടുക്കുന്നത്, എൻ്റെ പരാതിയുമായിട്ട് മുന്നോട്ട് പോകും എന്ന് ആ യുവ ഡോക്ടർ വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഉത്തരം പറയേണ്ടത് ഈ ഇടതുപക്ഷക്കാരാണ്. ഈ ഇടതുപക്ഷം ഇനിയും തങ്ങൾ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ഈ ബിംബം എത്തരത്തിലുള്ളതാണെന്ന് അവരാണ് ഇനി ലോകത്തിനോട് വിളിച്ചു പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.